മഴ തോരും മുൻപിൽ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ നേരെ ഹോട്ടലിലെത്തുകയാണ്. രാജീവും ശിവനും താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് വന്ന് ബാലേന്ദ്രനാണെങ്കിൽ പറയാണ്, മോൾ ഇവിടെ ഇരിക്കുക, അച്ഛൻ ദാ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ നേരെ ഹോട്ടലിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം ശിവനാണ് വന്ന് ഡോറ് തുറക്കുന്നത്. ബാലേന്ദ്രനാ, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അല്ല, എൻ്റെ അളിയന്മാർ താമസിക്കുന്ന മുറി ഒന്ന് കാണാൻ വന്നേ, ഇവിടുത്തെ സുഖവാസമൊക്കെ ഒന്ന് ഞാനും കൂടെ അറിയട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അകത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് റൂമൊക്കെ നോക്കിയിട്ട് ബാലേന്ദ്രൻ പറയാണ്, നിങ്ങളെ നോക്കാമെന്ന് പേരും പറഞ്ഞ് സുഖാസിന് വന്നേക്കുവാണോ രണ്ടുപേരും? അത് നിനക്കെന്താ അറിയണം? ഞങ്ങൾ കാശ് കൊടുത്തല്ലേ ഞങ്ങളിവിടെ താമസിക്കുന്നത് എന്ന് ശിവദാസൻ പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അവിടെ വന്നിട്ട് ഹോസ്പിറ്റൽ ബില്ല് കാണിയോ അല്ലെങ്കിൽ അപ്പി പോവുകയോ എന്തെങ്കിലും എന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പക്ഷേ നിങ്ങളിവിടെ പെങ്ങളെ നോക്കുന്ന പേരും പറഞ്ഞ് ഇവിടെ വന്ന് സുഖവാസത്തിന് വന്നേക്കുവാണെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം ശിവശങ്കരൻ പറയാണ്, നീയാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കണ്ട, പിന്നെ നീ നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ കാര്യങ്ങൾ അവിടെയൊക്കെ നിൽക്കട്ടെ, ഞാനിപ്പം വന്നത് എൻ്റെ മോളെവിടെ, അലീന എവിടെ എന്ന് ചോദിക്കുകയാണ് ശിവശങ്കരൻ്റെ അടുത്ത്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, നിൻ്റെ മോളെവിടാന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം, നിനക്ക് നാണം ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രാജീവ് എണീച്ച് എന്നിട്ട് ചോദിക്കുകയാണ്, തനിക്ക് എന്താണോ നാണം ഇല്ലയോ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ? തൻ്റെ അവിഹിത സന്തതിയിലുണ്ടായ മോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കാണ് അറിയാവുന്നത്, അവളെക്കുറിച്ച് ഞങ്ങളെന്തിനാ തിരക്കേണ്ട കാര്യം എന്ന് രാജീവ് ചോദിക്കണം. ശിവശങ്കരൻ പറയാണ്, അത് തന്നെ, അവളെക്കുറിച്ച് ഞങ്ങൾ തിരക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ്. ബാലേന്ദ്രൻ വന്ന് ശിവശങ്കരൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള കളിയല്ല, ഞാനിത് പോലീസിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പോവുക. നീ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം, നീ കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ ഞങ്ങൾക്ക് എന്താണെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഞാൻ എൻ്റെ മോളെ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോവും എന്ന് പറയാണ്. അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പോവുകയാണ്. ബാലേന്ദ്രൻ പറയാണ്, ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കേസ് കൊടുക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഡോർ വന്ന് പോയിരിക്കുമ്പോഴത്തേക്ക് രാജീവ് പറയുകയാണ്, തനിക്ക് നാണമില്ലയോടോ ഞങ്ങളടുത്തൊന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എൻ്റെ പെങ്ങളെ 21 വർഷത്തോടെ താൻ ചതിച്ച് എന്നിട്ട് തനിക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധമോ ഒരു മനസാക്ഷി കുത്താൻ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ രാജീവ് കുറേ ഡയലോഗാണ് ബാലേന്ദ്രൻ്റെ അടുത്ത് അങ്ങ് അടിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ തിരിച്ചു വന്നിട്ട് പറയാണ്, ചതിയുടെയും വഞ്ചനയുടെയും കണക്കെടുത്ത് കഴിഞ്ഞാലേ ആരാ തോറ്റുപോകുമെന്ന് നമുക്ക് നോക്കാം. ഒരു കഥ അങ്ങോട്ട് പറയാം. 23 വർഷത്തിന് മുമ്പ് ഒരു പെണ്ണിനെ ൽ മാളിക വീട്ടിലെ ഒരു പെണ്ണിനെ ആഗ്രയിലേക്ക് പോയായിരുന്നു ചേട്ടൻ്റെ അടുത്തേക്ക്. അവിടെ പോയി 2-2.5 വർഷം അവിടെ താമസിച്ച് അവസാനം വീട്ടുകാരെയൊക്കെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പട്ടാളക്കാരനായിട്ട് സ്നേഹത്തിലായി. അവളങ്ങ് ഗർഭിണിയായി. പിന്നെ വീട്ടുകാർ ചെന്ന് അവളെ കൊണ്ടുവന്ന് നേരെ തിരുവനന്തപുരത്ത് അസ്തമംഗലത്ത് അവിടെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് മാറ്റി. എന്നിട്ട് അവളോട് പറഞ്ഞു കുഞ്ഞ് മരിച്ചു പോയെന്ന്. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തിനെ പിടിച്ച് ആ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് വിട്ട്. അപ്പം ആ പെണ്ണ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളുടെ പെങ്ങൾ വൈജയന്തി. പിന്നെ ആ വൈജയന്തി കല്യാണം കഴിച്ച ദൗർഭാഗ്യവൻ ആരാന്നറിയണ്ടേ? ഞാൻ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ. ശിവദാസൻ പറയണം, താൻ എന്തോടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറയുന്നത്, തന്നെ എന്തോ ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശിവദാസൻ പറയാണ്. അപ്പം ബാലേന്ദ്രൻ എന്ന് പറയാണ്, എന്താടോ തൻ്റെ ചേട്ടൻ ഗംഗാധരൻ തൻ്റെ ചേട്ടനല്ലേ എന്ന് ചോദിക്കുകയാണ്. താൻ ഇനി തൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ചോദിക്കണോ സ്വന്തം ചേട്ടൻ ആണോ എന്ന് ചോദിക്കണോ? ദിവസം ചൂടായിക്കൊണ്ട് ബാലേന്ദ്രൻ്റെ നേരെ ചെല്ലുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയണം, താനൊന്ന് അടങ്ങടോ, അങ്ങേരുടെ ഭാര്യ കമലേട്ടത്തെയും കൂടെ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് തൻ്റെ മകളെ പ്രസവിച്ച് അതിലൊരു കുട്ടിയുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത് അവരാടോ എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ രാജീവ് ഞെട്ടി അങ്ങ് നിൽക്കുകയാണ്. പിന്നെ രാജീവിൻ്റെ അടുത്ത് എന്ന് പറയണം, എന്താടാ തനിക്ക് ഇപ്പോൾ ഒരു ചാട്ടം ഇല്ലയോ? താനാണെങ്കിൽ വലിയ കഥകളൊക്കെ പറയുന്ന കേട്ടല്ലോ, കുറ്റബോധത്തിൻ്റെയും ചതിയുടെയൊക്കെ കഥ. തൻ്റെ പെങ്ങളെ ചതിക്കുന്നത് മാത്രമേ ഉള്ളൂ കഥ, തൻ്റെ പെങ്ങൾ മറ്റുള്ളവരെ ചതിക്കുന്നത് ഒരു ല്ലയോ എന്ന് ചോദിക്കണം. അപ്പോൾ രാജീവ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കഥ ആർക്കും അറിയത്തില്ല, മനുവിനും എൻ്റെ കൃഷ്ണമോക്കും മാത്രമേ അറിയത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ അവർ വീണ്ടും ഞെട്ടിയാണ്. പിന്നെ എൻ്റെ അലീന മോളെ കിട്ടിയില്ലെങ്കിൽ ഈ കഥ നാട് മൊത്തം പാടിക്കൊണ്ട് നടക്കും. പിന്നെ 2 എണ്ണവും കൊണ്ടിട്ടുണ്ടേ പുറത്തിറങ്ങാൻ പറ്റും, ഞാൻ നാറ്റിച്ച് കളയും എല്ലാത്തിനെയും എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് ഇറങ്ങി പോവുകയാണ്. നേരെ ബാലേന്ദ്രൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കാനാണ് പോകുന്നത്. കൂടെ കൃഷ്ണമോളും ഉണ്ട്. അപ്പം മോളടുത്ത് പറയുകയാണെങ്കിൽ, മോൾ ഇവിടെ ഇരിക്കുക, അച്ഛൻ പോയി ഇതൊന്ന് കൊടുത്തിട്ട് വരട്ടെ, നമുക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അച്ഛൻ പോയിട്ട് വാ എന്നും പറഞ്ഞ് കൃഷ്ണമോൾ പറയണം. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ കൊണ്ടുവന്ന് മിസ്സിംഗ് കേസ് എന്നും പറഞ്ഞുകൊണ്ട് പരാതി എഴുതി കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയണം. ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഗംഗാധരൻ വരികയാണ് ഹോട്ടലിലേക്ക്. ഹോട്ടലിൽ വന്ന് ബെല്ലടിക്കുമ്പോൾ രാജീവ് വന്നാണ് ഡോറ് തുറക്കുന്നത്. രാജീവിക്ക് ഗംഗേട്ടനോ നേരെ ഇങ്ങോട്ട് പോരുന്നു, കമലേട്ടത്തി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ നേരെ മോളുടെ അടുത്ത് പൂനെയിലേക്ക് പോയേക്കുക, പോയിട്ടാണോ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ നേരെ ഇങ്ങോട്ട് പോരുന്നതാണ്. ഇവിടുത്തെ ഹോട്ടൽ എങ്ങനെ അറിയാൻ പറ്റി എന്ന് ചോദിക്കണം. അത് മനു എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്ന്
ശിവശങ്കരൻ എന്തെന്ന് ചോദിക്കുകയാണ്. അത് ഏട്ടനാണെങ്കിൽ പുറത്തേക്ക് പോയേക്കുവാണെന്ന് പറയുകയാണ്. ഗംഗാധരനാണ് രാജീവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീയൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഞങ്ങൾ എന്ത് കാണിച്ചു കൂട്ട്? അവൻ അവിടെ പെങ്ങോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഗംഗേട്ടൻ അറിഞ്ഞൂടെ? അവനാണെങ്കിൽ ഇപ്പോൾ അതിലുണ്ടായ മോളെയും കൂടെ വീട്ടിൽ വിളിച്ച് നിർത്തിയേക്കുക. അവൾ എങ്ങനെ സഹിക്കും ഗംഗേട്ട എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവശങ്കരൻ ഗംഗേട്ടൻ വന്നോ? നീ എവിടെ പോയിരുന്നു? ഞാൻ ബാറ് വരെ പോയി, ഭയങ്കര ടെൻഷൻ ഗംഗേട്ട, അതുകൊണ്ട് പോയതാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശിവശങ്കരന് ചെറിയ ആട്ടമൊക്കെ ഉണ്ട്. അപ്പം ഗംഗാധരൻ ചോദിക്കണം, നീയൊക്കെ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? പിന്നെ ഈ രാജീവനാണെങ്കിൽ കുറച്ചൊരു എടുത്തുകേട്ടം ഉണ്ടെന്ന് പറയാം. നീ എന്താ ആലോചിച്ചതൊന്നും ചെയ്യാത്തതെന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, ബാലേന്ദ്രനാണെങ്കിൽ കഥകളൊക്കെ അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയാവോ? മാത്രമല്ല അവനാണെങ്കിൽ വൈജയെ കുറ്റം പറയുന്നത്, അവനെന്താ തെറ്റ് ചെയ്തിട്ടില്ലേ? അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ സമാസമം അങ്ങനെ അങ്ങ് പൊക്കോളും എന്ന് പറയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, അതാണോ നീ പറയുന്ന കാര്യങ്ങൾ? അപ്പം ബാലേന്ദ്രൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നില്ലേ? ഇതുപോലെ പെങ്ങളുടെ സൈഡിൽ നിന്ന് അവരെ നേരെ യുദ്ധം ചെയ്യായിരുന്നു. പറഞ്ഞത് കൊണ്ടാണ് കുഴപ്പമല്ലേ എന്ന് ചോദിക്കുകയാണ്. നീയൊക്കെ നിൻ്റെ പെങ്ങളുടെ സൈഡ് ന്യായം പറയുന്നുണ്ടല്ലോ, അവൾ ശരിയാണ്, അവൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. എന്താ, അവൾക്കും കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധവും അതിലൊരു കുട്ടി ഉണ്ടല്ലോ, അതിനാരും കുറ്റം പറയുന്നില്ലേ? ഓ, നമ്മുടെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ നമുക്കത് മറച്ച് വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താലോ എന്ന് ഗംഗാധരൻ പറയാണ്. അപ്പോൾ രാജീവ് പറയാണ്, ഗംഗേട്ടനല്ലേ ഈ കാര്യങ്ങളെല്ലാം അയാളടുത്ത് പറഞ്ഞത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? സ്വയം കുഴിയല്ലേ കുഴിച്ചത്? അങ്ങേർക്ക് ഇതെല്ലാം സമ്മതിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഗംഗാധരൻ പറയാണ്, അതാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അയാൾ തെളിവോടെയാണ് വന്നത്. എന്ത് തെളിവ്? അയാളുടെ കയ്യിൽ ഒരു തെളിവും കാണത്തില്ല. അയാൾ ചുമ്മാതെ വന്ന് ചോദിച്ചായിരിക്കും. അപ്പം ഗംഗാധരൻ പറയാണ്, അയാൾ അങ്ങനെ ചുമ്മാതൊന്നും വന്നില്ല, അയാൾ കൃത്യമായ തെളിവോടെ വന്ന് എന്നോടത്ത് ചോദിച്ചു. അവസാനം എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയിലെത്തി എന്ന് പറയാണ്. നീലഗിരി വരെ അയാൾ അതിന് വന്ന് എന്ന് പറയാണ്. ശിവശങ്കരൻ പറയാണ്, എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ അയാൾക്ക് ഒരു കുട്ടിയുണ്ട്, ഇപ്പോൾ ഒരു മോളുണ്ടല്ലോ, അതേപോലെ വൈജയ്ക്കും പറ്റിപ്പോയി. എന്തായാലും രണ്ടുപേരും സമാസമമായി. ഇനി രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, അങ്ങനെ നടക്കത്തില്ലടാ, നമ്മുടെ സൈഡിലെ തെറ്റ് അത്രയും വലുത്. നീയൊന്നും വിചാരിക്കുന്ന പോലെ ബാലേന്ദ്രന് ഒരു കുട്ടിയോ കുഞ്ഞോ ഒന്നുമില്ല കല്യാണത്തിന് മുമ്പ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ പറഞ്ഞതെല്ലാം നുണക്കഥയാണ്. നമ്മുടെ വൈജയ്ക്ക് അന്ന് ഉണ്ടായ ആ കുട്ടിയാണെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാണ്. അപ്പോൾ രാജീവിനെയും ശിവശങ്കരനെയും ഞെട്ടുന്നുണ്ട്. ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം നമ്മുടെ അടുത്ത് കള്ളത്തരം പറഞ്ഞതാണ്. രാവുണ്ണിയും മാമനും അച്ഛനും ഒക്കെ കള്ളത്തരം പറഞ്ഞതാണ്. ആ കുട്ടിയെ അന്ന് അവർ കൊണ്ടുവന്ന് അനാഥാലയത്തിലാണ് ഉപേക്ഷിച്ചത്. ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ അച്ഛൻ അറിയായിരുന്നു എന്ന് പറയാണ്. രാജീവ് ചോദിക്കുകയാണ്, എന്നെങ്കിൽ ആ കുട്ടി ഇപ്പോൾ എവിടെയാണ്? ആ കുട്ടി നമ്മുടെയൊക്കെ മുന്നിൽ തന്നെ ഉണ്ട്, നിൻ്റെയൊക്കെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് ഗംഗാധരൻ പറയാണ്. ഞങ്ങളുടെ മുന്നിലോ? അതെ, ബാലേന്ദ്രൻ പറയുന്നത് പോലെ ആ പെൺകുട്ടി ഉണ്ടല്ലോ അലീന, അത് ബാലേന്ദ്രൻ്റെ മോളല്ല, നമ്മുടെ പെങ്ങൾ വൈജയുടെ മകളാണെന്ന് പറയാണ്. അപ്പോൾ ഇവർ ഞെട്ടുവാണ്. ആ കാര്യം കൃത്യമായി ബാലചന്ദ്രൻ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും അറിയായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ അന്ന് മരിക്കുന്നതിന് മുമ്പ് പോയി ഓർഫനേജിൽ നിന്ന് അലീനയെ വിളിച്ചുകൊണ്ട് വന്നത്. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അലീനയ്ക്കും അറിയാം. അലീന സ്വന്തം അമ്മയാണ് വൈജയെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങോട്ട് വന്നതെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ശിവശങ്കരനും രാജീവും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.